വധശിക്ഷ കാത്ത് സൗദി ജയിലിൽ കഴിഞ്ഞ 18 വർഷമായി കഴിഞ്ഞ ഒരു മനുഷ്യനുണ്ട്, അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമിന് വേണ്ടി കേരളം ആകെ ഒന്നിച്ചു 34 കോടി രൂപ സമാഹരിക്കുക എന്നതായിരുന്നു വലിയ ദൗത്യം. 2 ദിവസം ശേഷിക്കെ ആ തുക കണ്ടെത്തിയിരിക്കുകയാണ്. കേരളം ഒന്നാകെ ചേർന്ന് ബ്ലഡ് മണി കൊടുത്താൽ ഏറ്റവും വേഗത്തിൽ റഹീമിന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയും. പ്രതികരണങ്ങളിലേക്ക്, സന്തോഷ വാർത്തകളിലേക്ക്. ഈ 34 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് പുഷ്പം പോലെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. 4 കോടി 10 വയസ്സിൻ്റെ മനി ആയിട്ടുള്ളൂ അല്ലേ? ഇത്ര എളുപ്പം കൊണ്ട് പൈസ ഒത്തു കിട്ടിയിട്ട് മോൻ്റെ കാര്യത്തിനായതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുന്നു മോനെ. വേറെ ഒന്നും പറയാനില്ല, ഇത്ര മാത്രം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. കാട്ടാനാണ് നിങ്ങളൊക്കെ ശ്രമം കൊണ്ടല്ലേ ഇപ്പോൾ വരാനായത്. ഈ പൈസ കൊത്തതും കാര്യങ്ങൾക്കൊക്കെ നന്ദി. എന്താ പറയുക, പ്രതീക്ഷത്തിൽ തന്നെയാണ്. ഇങ്ങോട്ട് വന്ന് മോളകം കാണും ചെയ്യട്ടെ, അള്ളാഹു കാട്ടി തരട്ടെ. ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. 18 വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും വരാൻ താല്പര്യപ്പെടില്ലേ. കാരണം എൻ്റെ മോൻ വരട്ടെ, ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ ഇന്നാണ് നമ്മൾ ചിരിക്കുന്നത് കണ്ടത്. ഇത്രയും ദിവസം കണ്ണീര് നിന്ന അമ്മ ഇന്ന് ചിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഞാൻ സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ റഹീം നാട്ടിൽ വരണം. KV രാഹുലുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുലെ, 18 വർഷമൊക്കെ മകനെ കാണാതിരിക്കുക ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുമോ, ഇനി ഒരിക്കലെങ്കിലും കാണാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാതെയാണ് ആ കാത്തിരിപ്പുണ്ടായത്. അത് കുറച്ച് മാസങ്ങളുടെ ഒരു വലിയ ശ്രമം, ഒരുപാട് പേർ അതിന് ഒരുമിക്കുന്നു. അങ്ങനെ അവരെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷം ഇനി അധികം വൈകില്ല എന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ സന്തോഷം? ഇനി എത്ര സമയം കൂടി കാത്തിരിക്കേണ്ടി വരും റഹീമിന് സ്വന്തം നാട്ടിൽ കാലുകുത്താൻ? ദേവിഷ, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം, അത്ര തന്നെയാണ് പറയാനുള്ളത്. കാരണം ആ കുടുംബം അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിവൈകാരികമായ നിമിഷങ്ങളാണ്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ നമുക്കും കഴിയുന്നു എന്നൊക്കെ ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ ജയിലിൽ ആണ് എന്നത് മാത്രമല്ല, അബ്ദുൾ റഹീം വധശിക്ഷ കാത്തു കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഉമ്മയുടേതായാലും മറ്റു കുടുംബാംഗങ്ങളുടെയായാലും മനസ്സിലൂടെ പോകുന്ന വികാരങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അതായത് കേരളം എന്നല്ല, മലയാളികളെല്ലാവരും, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വലിയ ഭീമമായ തുക അബ്ദുൾ റഹീമിന് വേണ്ടി വളരെ എളുപ്പത്തിൽ, അതായത് പുഷ്പം പോലെ എന്ന വണ്ണം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ആ പൈസ സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 34 കോടി രൂപ പിരിച്ചെടുക്കുക എന്ന് പറയുന്നതൊക്കെ അത്രയും വിഷമമുള്ള കാര്യമാണ് പൊതുവെ. പക്ഷേ ഇവിടെ അതങ്ങനെയല്ല എന്നുള്ളതായി മാറി. ഇനി ആരും പൈസ തരേണ്ടതില്ല എന്ന് തിരിച്ചഭ്യർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ റഹീമിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടുമുറ്റത്തും പരിസരത്തും റോട്ടിലൊക്കെ ആയാലും ആളുകളിങ്ങനെ കൂടി നിൽക്കുകയാണ്. ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നതും. അതായത് പൈസ സമാഹരിക്കുന്ന, അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ, അതുപോലെ നേരിട്ട് അക്കൗണ്ട് വഴി പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വീട്ടിലെത്തി പൈസ കൊടുക്കുന്ന ആളുകളൊക്കെയായി വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ട് കൊണ്ടിരുന്നത് ദിവസങ്ങളായി തന്നെ. ഇപ്പോൾ ഏതായാലും ഇനി ആരും പൈസ തരേണ്ടതില്ല എന്ന് അഭ്യർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ കവറിലൊക്കെ പൈസയായിട്ട് വരുന്നത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പേരും മൊബൈൽ നമ്പറൊക്കെ അവിടെ രേഖപ്പെടുത്തുകയാണ്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധപ്പെട്ടുകൊള്ളാം, ദയവേദി ഇപ്പോൾ തിരിച്ചു പോയിക്കോളൂ എന്നാണ് ഈ നിയമസഹായ സമിതി ആളുകൾ അഭ്യർത്ഥിക്കുന്നത്. 18 വർഷമായി ജയിലിലാണ്. അതായത് 26-ാം വയസ്സിലാണ് അബ്ദുൾ റഹീം ഈ ഒരു ക്രൈമിൽ ഉൾപ്പെട്ട്, ഈ ഒരു കേസിൽ ഉൾപ്പെട്ട് ജയിലിലാകുന്നത്. അതായത് അവിടെ ഉണ്ടായൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ്. വധശിക്ഷയ്ക്ക് കോടതി വിധിക്കുകയാണ്. പിന്നീട് കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണ് ഈ 34 കോടി രൂപ മോചനദ്രവ്യം നൽകിക്കഴിഞ്ഞാൽ നടപടികൾ അവസാനിപ്പിച്ച് വിട്ടയക്കാം എന്നൊരു ഉപാധിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ പിന്നീടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അത്യന്തം സന്തോഷകരം തന്നെയാണ്. ഇനി ഈ തുക അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി കോടതി നടപടികളാണ്. അതിനുശേഷം അബ്ദുൾ റഹീമിന് ജയിൽ മോചിതനാകാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കുടുംബത്തെ സംബന്ധിച്ച് ഇനി ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രതികരണം എടുക്കണം. ഇത്രയും കാലയളവിലെ ജീവിതം എങ്ങനെയാണെങ്കിലും ഈ വരാറായി എന്നറിയുമ്പോൾ പിന്നെ നമുക്ക് കാത്തിരിക്കാൻ ഒരുപാട് സമയമുള്ള പോലെ തോന്നും. ഇപ്പോൾ ആ ഉമ്മയ്ക്കാണെങ്കിലും ബന്ധുക്കൾക്കൊക്കെ ഇപ്പം എത്ര ദിവസം കൊണ്ട് ഇങ്ങ് വരാൻ കഴിയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. ഈ പൈസ അങ്ങോട്ട് എത്തിക്കണം, ഇത് മറ്റു ഫോർമാലിറ്റീസൊക്കെ പൂർത്തീകരിക്കണമല്ലോ. തീർച്ചയായും ഏപ്രിൽ 16-നകം ഈ പൈസ സമാഹരിച്ച് അവിടെ ഏൽപ്പിക്കുക, മറ്റു നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളൊരു അറിയിപ്പാണ് ഇവിടെ ഈ നിയമസഹായ സമിതിക്കൊക്കെ ഉള്ളത്.
അപ്പോൾ ഏതായാലും അതിന് മുൻപ് തന്നെ ഈ പൈസ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളുടെ കാത്തിരിപ്പ്, അതായത് കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 ദിവസത്തെ കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അത് ആ സമയത്തിനകം മറ്റു നടപടികളൊക്കെ പൂർത്തീകരിച്ച് അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം കാത്തിരിപ്പാണ്, 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഇനി ഈ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിനെ എല്ലാവരെയും സംബന്ധിച്ച്. അതെല്ലാം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാകട്ടെ എന്നാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൾ റഹീം തിരികെ ഒരുപാട് വർഷങ്ങൾ പോലെ തോന്നാം. കാരണം എല്ലാം അടുത്തെത്തി എന്ന് പറയുമ്പോൾ പിന്നെയുള്ള കാത്തിരിപ്പ് വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ആ സന്തോഷമൊക്കെ വേഗത്തിൽ മടങ്ങി വരട്ടെ. എല്ലാവരും ഒരുമിച്ച് തന്നെ എല്ലാവരോടും നന്ദി പറയുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.